വീട്ടിലൊരു മരണം സംഭവിച്ചു, നമ്മൾ മരിച്ചു, ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, നിങ്ങളത് പറയല്ലേ, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ, അത് പറയണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ആരെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ മരിക്കൂലേ? അങ്ങനെ മരിച്ചാൽ റസൂലുള്ള പറഞ്ഞല്ലോ, ഞാൻ മരിച്ചാൽ ഈ മയ്യത്ത് കുളിപ്പിക്കണം, നീ മരിച്ചാൽ ഞാൻ മയ്യത്ത് കുളിപ്പിക്കും. അപ്പോൾ നമുക്കതിന് മാതൃകയില്ലേ? അപ്പോൾ അത്തരം ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടായാൽ നമ്മുടെ ആഗ്രഹം, ഈ കുടുംബ സംഗമത്തിൻ്റെ ആഗ്രഹമാണ്, നമ്മൾ മരിച്ചു, നമ്മുടെ മോൻ മരിച്ചു, നമ്മുടെ ഉപ്പ മരിച്ചു, ഭർത്താവ് മരിച്ചു എങ്കിൽ മയ്യത്തിറക്കല്ലോ, മയ്യത്തിറക്കും. മയ്യത്തിറക്കി കൊണ്ടുപോകുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ? വിഷമം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം, ആൺകുട്ടികളിൽ ഒരാളും അവശേഷിച്ചിട്ടില്ല. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ റസൂലുള്ള ആ കുട്ടിയെ വസ്ത്രത്തോടുകൂടി, വെള്ള വസ്ത്രത്തോട് കയ്യിലെടുത്തു. എന്നിട്ട് റസൂൽ പറയാ, മോനെ ഉപ്പാക്ക് സഹിക്കുന്നില്ല. ആ കുട്ടി കേൾക്കുന്ന രൂപത്തിലല്ല പറഞ്ഞത്, ആ വിഷമം പറയാണ്. ഇപ്പൊ റസൂലുള്ള ലോകത്തുള്ള ഏറ്റവും നല്ല പിതാവാണ്, പ്രവാചകനാണ്, പിതാവാണ്. റസൂലുള്ള കരഞ്ഞു വിഷമം കൊണ്ട്. എന്നിട്ട് റസൂലയുടെ കണ്ണുനീര് ആ മയ്യത്തിന്റെ വസ്ത്രത്തിൽ ഉറ്റി എന്ന് ഹദീസിൽ കാണാം. എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ നമുക്ക് കരച്ചിൽ വരാം, കരയാം. പക്ഷേ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അട്ടഹസിക്കരുത്, മാറത്തടിച്ച് കരയരുത്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്താൽ യുഅമ്മിനൂനൽ മലായിക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ, എനിക്ക് ആരുല്ലോ, മലക്കുകൾ ആമീൻ, പിന്നെ ആരും ഉണ്ടാവില്ല നമുക്ക്. അങ്ങനെ ഒരിക്കലും പറയരുത്. മാത്രമല്ല അവിടെ ചെറിയൊരു സ്വാർത്ഥത ഉണ്ട്, എനിക്കിനി ആരുമല്ലോ. ശരി, അപ്പൊ മരിച്ചാക്കോ? നിങ്ങൾക്ക് ആങ്ങളുണ്ട്, ഒപ്പുണ്ട്, പലരും ഉണ്ട്, മരിച്ചാക്കോ? പഠിച്ചോനെ, എൻ്റെ ഭർത്താവിന് ആരുമില്ലല്ലോ, കബറിൽ കൊടുക്കല്ലേ പഠിച്ചോനെന്നാ പറയുന്നുണ്ട്. അപ്പോഴും വാപ്പനാട്ട് മാറ്റി എനിക്കിനി ആരുമല്ലോ. സ്വാർത്ഥതയുടെ അങ്ങേയറ്റമാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള വാചകങ്ങൾ എന്തു പറഞ്ഞാലും അവിടെ മലക്കുകൾ ആമീൻ പറയുന്ന ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ ആ മയ്യത്തിറക്കുമ്പോൾ നമുക്ക് വിഷമുണ്ടാകും. പക്ഷെ ആ വിഷമമുള്ളപ്പോഴും നമുക്കൊരു സമാധാനം, പടച്ചോന്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഇന്ന് കബറിൽ കുടുങ്ങൂല, എൻ്റെ ഭാര്യ കബറിൽ കുടുങ്ങൂല, എൻ്റെ അമ്മ കുടുങ്ങൂല, എൻ്റെ മോൻ കുടുങ്ങൂല. ഓ സുബൈക്ക് പള്ളി പോണ മോനാ, ഞാൻ എന്നെ വിളിച്ചോണ്ട് എൻ്റെ ഉമ്മയായിരുന്നു, എൻ്റെ ഭാര്യയാണ് ഞാൻ എപ്പോഴെങ്കിലും ഉറങ്ങിപ്പോയാൽ പള്ളിയിലേക്ക് പോകാൻ, സുന്നത്ത് നോമ്പ് നോൽക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഭാര്യയായി കിടക്കുന്നത്. അതൊരു സമാധാനമല്ലേ സഹോദരങ്ങളെ? കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടാത്ത സമാധാനമാണത്. അത് എവിടെ ഉണ്ടാവുള്ളൂ? ദീനുള്ള വീട്ടിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ലൊരു യാത്രയപ്പ്, നമ്മുടെ വീട്ടിൽ മരണപ്പെടുന്ന വ്യക്തി ആരാവട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു നല്ല യാത്രയപ്പ് കൊടുക്കണമെങ്കിൽ ആ മരണം വരെയുള്ള കാര്യങ്ങൾ തൃപ്തികരമായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വിഷമായിരിക്കും. എന്താണ് മരണാനന്തരം സംഭവിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് വിഷമവും പ്രയാസവുമായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.